ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഹാപ്പി വിഷു എല്ലാവർക്കും. ഓക്കെ, ഞാൻ നേരത്തെ ഇത് വിഷു ഒക്കെ വിഷ് ചെയ്യണം എന്ന് വിചാരിച്ചാണ്. എന്തായാലും സാറില്ല. അപ്പം ഇന്ന് ഹാപ്പി വിഷു എല്ലാവർക്കും. ഓക്കെ, എല്ലാവരും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സമൃദ്ധിയും എല്ലാം നമ്മുടെ കണിക്ക് വേണ്ടി ഞാനൊരു ചെറിയൊരു കണ്ണന ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ ഒരു വിഷു നിങ്ങൾക്ക് എല്ലാ ബ്ലെസ്സിങ്ങും കൊണ്ടുവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് ഇപ്പം നോക്കാൻ പോകുന്നത് വിഷു ദിവസമൊക്കെ അല്ലേ. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഈശ്വരൻ നൽകാൻ പോകുന്ന, ഓക്കെ, ഭഗവാൻ നൽകാൻ പോകുന്ന ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് എന്താ വരാൻ പോകുന്നത് നോക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഏറ്റവും നല്ലത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ എന്താ കൊണ്ടുവരാൻ ഈ വിഷുവിന് ശേഷം. ഓക്കെ, നമുക്ക് എന്തൊക്കെ നല്ലത് ബ്ലെസ്സിങ് ആയിട്ട് വരുമെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നമുക്ക് എന്തെങ്കിലും നല്ല തന്നെ ആയിരിക്കും. പേടിക്കുക വേണ്ട നിങ്ങൾ ഒരിക്കലും. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നമുക്ക് മേജർ ആർക്കാണ് ഇന്ന് എടുക്കാൻ ഞാൻ ഹാങ് മാൻ സിറ്റുവേഷൻ. ഓക്കെ, സോറി, രണ്ട് കാർഡ് ഉണ്ട് ഇവിടെ. ഹെർമിറ്റ് ആൻഡ് ഹെർഫൻ. ഓക്കെ, Lover's card and this. Wow, beautiful, beautiful. ഓക്കെ, ഇപ്പം ലേശം സ്റ്റക്ക് പീരീഡ് ആണ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല തോന്നുന്നുണ്ടാവാം. പക്ഷേ ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ്. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളിപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾ അവനവനെ തിരിച്ചറിയുക. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുക. ഓക്കെ, അവനവനിക്ക് നോക്കി തുടങ്ങുമ്പോഴാണ് നമ്മൾ യൂണിവേഴ്സിനെ തിരിച്ചറിയുന്നത്, യൂണിവേഴ്സ് എന്താണെന്ന് അറിയുന്നത്. ഓക്കെ, ആ ഒരു പവർ എന്താ എന്നുള്ളത് അറിയുന്നതൊക്കെ. ഓക്കെ, നമ്മളെ കൂടി നമ്മൾ ബിക്കോസ് നമ്മളെ സൃഷ്ടിച്ച ഒരു യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയും. ദൈവത്തിനെയോ നിങ്ങൾക്ക് എന്താണ് വിശ്വാസം വെച്ചാൽ അങ്ങനെ എടുക്കുക. ഓക്കെ, എനിക്കത് പറയാനൊരു എനിവേ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മളെ തിരിച്ചറിയുമ്പോൾ നമ്മൾ ആരാണ്, നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ്, എല്ലാം നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് യൂണിവേഴ്സിനെ കൂടി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക, യൂണിവേഴ്സുമായിട്ട് അടുക്കാൻ സാധിക്കുക. ഓക്കെ, അതിനുള്ള ഒരു സമയമാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ഞാൻ ആരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്. ഓക്കെ, കുറവുകളും ഉണ്ടാവും, ചില കുറവുകളുണ്ടാവും, നമ്മൾ മാറ്റിയെടുക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവാം. നമ്മളിൽ ചില ശീലങ്ങൾ, സ്വഭാവങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ടാവാം. ഓക്കെ, അവനവനെ തന്നെ നമ്മൾ സ്ട്രോങ് ആക്കേണ്ടതുണ്ടാവാം, നമ്മുടെ ഉള്ളിലെ പേടികൾ മാറ്റേണ്ടതുണ്ടാവും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവനവനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ കഴിവുകളുണ്ട്, നമ്മുടെ പൊട്ടൻഷ്യൽ ഉണ്ട്, അതും നമ്മൾ തിരിച്ചറിയണം എപ്പോഴും. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് ദൈവം തന്നിട്ടുണ്ട്. ഓക്കെ, പലതും നിങ്ങൾക്ക് ദൈവം വളരെ നല്ലത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കഴിവുകൾ തന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ വളരെ ലൈക്ക് ഒരു സ്പെഷ്യലാണ് നിങ്ങൾ. ഓക്കെ, അത് മനസ്സിലാക്കുക എപ്പോഴും. ആൻഡ് അത് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നതായിട്ടാണ് ഈ ഒരു സമയം. നിങ്ങൾ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സമയം ദൈവം ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു എന്താ പറയുക, നമ്മൾ അവനവനിലേക്ക് റിഫ്ലക്ഷൻ എന്ന് പറയും. ഓക്കെ, അവനവനെ കുറിച്ച് റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു സമയമാണ്. നിങ്ങൾ അവനവനിലേക്ക് നോക്കുക. ഓക്കെ, നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളുടെ ചുറ്റുപാട് നടക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങുക. നിങ്ങൾക്ക് നല്ലത് എന്താണ്, അല്ലാത്ത എന്താണ്, എല്ലാം നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വരിക, യൂണിവേഴ്സിലേക്ക് അടുക്കുക. ഓക്കെ, ഇവിടെ മെഡിറ്റേഷൻ ആണ് കാണിക്കുന്നത്. സോ ഈ ഒരു സ്റ്റക്ക് പീരീഡ്, ആക്ച്വലി സ്റ്റക്കായിട്ട് നമ്മൾ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തൽക്കാലം ഒന്നിങ്ങനെ റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്നിങ്ങനെ എല്ലാത്തിൽ നിന്നും മാറ്റിയിട്ട് നിർത്തുകയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വേറൊന്നും നടക്കുന്നില്ല, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ആ സമയം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾ അവനവനിലേക്ക് നോക്കുക. ഓക്കെ, നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക, മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സുമായിട്ടും കണക്ട് ആവും, ദൈവവുമായിട്ടും കണക്ട് ആവും. ഓക്കെ, നിങ്ങൾ മെഡിറ്റേഷൻ, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ മെഡിറ്റേഷൻ പോലെ ചെയ്തില്ലെങ്കിലും പ്രാർത്ഥിക്കുക. ഓക്കെ, ഇരുന്ന് നാമം ജപിക്കുക, നിങ്ങളുടെ ദൈവത്തിനെ വിളിക്കുക. നിങ്ങൾ ഏത് ദൈവത്തിനാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അവരുടെ ഏത് നാമമാണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, അത് ചെയ്യാം. ഓക്കെ, ഇരുന്ന് കുറച്ച് നേരം അത് ജപിക്കുക, കണ്ണടച്ചിരുന്ന് ആ ഒരു ദൈവത്തിനെ വിളിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാം സംസാരിക്കുക. അതിനുള്ള സമയം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അത് നിങ്ങളെ ആക്ച്വലി ഹൈറോഫൻറ്റും നമ്മൾ ഒരു തരത്തിൽ റിലീജിയൻ എന്ന രീതിക്ക് വിളിക്കും. കുറെ കൂടി ബ്ലെസ്സിങ് ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറയാം. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്.
ഐ തിങ്ക് നിങ്ങൾ കുറേ കാര്യങ്ങൾ തിരിച്ചറിയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ സ്പിരിച്വൽ ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യമായിരിക്കും. ആ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക്. ഈ സ്പിരിച്വലി നിങ്ങൾ ഗ്രോ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും എന്താ പറയുക, നിങ്ങളുടെ അലൈൻഡ് ആയിട്ട് വരാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നല്ലത് അത് വരാൻ നിങ്ങൾക്ക് തുടങ്ങും. ഓക്കെ, ഇവിടെ ലവേഴ്സ് കാർഡും സണ്ണും ഉണ്ട്. രണ്ട് തരത്തിൽ ഞാൻ പറയുന്നുണ്ട് ഇന്നിപ്പോൾ. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്ങിൽ ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് കാണുന്നത്. സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു നല്ലൊരു ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. അത് കുറച്ച് പേർക്കുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളൊരു ചോയ്സ് എടുക്കുമെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കും. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ അവനവനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങളൊരു ചോയ്സ് എടുക്കാൻ തയ്യാറാവും. ഓക്കെ, ആ ചോയ്സ് നിങ്ങൾ എടുക്കുമ്പോൾ ലവേഴ്സ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചോയ്സ് എന്ന് പറയും. അതായത് രണ്ട് സിറ്റുവേഷൻ്റെ ഏത് വേണം, ഞാൻ എന്ത് ചെയ്യണം, ഓക്കെ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ, എനിക്ക് നല്ല എന്താണ്, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് കുറച്ചൊരു തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനം എടുത്ത് നിങ്ങളൊരു നല്ലതിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് വളരെയധികം ബ്ലെസ്സിങ് വരുന്നതായിട്ടാണ് കാണുന്നത്. സന്തോഷങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. സക്സസ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ചാരിയറ്റും ഉണ്ട്. സോ ഈ ഒരു ഇതിപ്പം തുടങ്ങിയത് നോക്കൂ, ഹാങ്മാൻ എന്നാണ് നമ്മൾ തുടങ്ങിയത്. ആൻഡ് എൻഡ് ചെയ്തത് ഇവിടെ ചാരിയറ്റിലാണ്. സോ ദാറ്റ് മീൻസ് ചാരിയറ്റ് പറയുമ്പോൾ നമ്മൾ യാത്ര, മൂവ്മെൻറ്റ് അല്ലേ, മുന്നോട്ട് പോകുന്നു എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു നിങ്ങൾ. ആ സ്റ്റക്കായിട്ട് നിന്നതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നു, നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കാൻ തയ്യാറാവുന്നതായിട്ടാണ്. നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അത് തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്തായാലും ഏറ്റവും കൂടുതൽ ഇവിടെ സണ്ണാണ് നമുക്ക് ലാസ്റ്റ് വന്നത്. സോ സൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം ബ്ലെസ്സിങ്, സന്തോഷം, ഹാപ്പിനെസ് എല്ലാ തരത്തിലും എടുക്കാം. ഇത് നിങ്ങൾ ഏത് കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാലും ശരി, അതിലെല്ലാം നിങ്ങൾക്കൊരു സന്തോഷം വരുന്നു എന്നാണ്. പക്ഷേ യെസ്, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ അതിനെയൊക്കെ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സിറ്റുവേഷൻസിനെ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. ആൻഡ് അതിനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ചതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ആ കഴിവുകൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷം. ഇത് സക്സസ് പറയും സൺ കാർഡ്. ഓക്കെ, ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സോൾമേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് വരും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് വരും. ഈവൻ ബിസിനസ്സിലായാലും ശരി, ഒരു പാർട്ട്ണർഷിപ്പോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വരാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എന്താ പറയുക, മാരേജ് നടക്കുന്നതായിട്ട് പറയാം. കാരണം സൺ കാർഡ് നമ്മൾ മാരേജ് റെപ്രസെൻറ്റേഷൻ പറയും. കുറച്ച് പേർക്ക് ഫാമിലി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്ന പോലെ, നിങ്ങളിപ്പോൾ ഓൾറെഡി മാരീഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളോ അങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ അത് മാരേജിലേക്ക് എത്തുമെന്ന് പറയാം. ബിസിനസ്സോ കാര്യങ്ങളോ എന്ത് തന്നെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, കരിയറിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അപ്പം എനിക്ക് ഗ്രോത്ത് കാണാനില്ല. ഓക്കെ, ബട്ട് യെസ്, അത് വരുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും. ഓക്കെ, ഇവിടെ ഓൺലി തിങ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ ആദ്യം അവനവനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ പോസിറ്റീവ് എന്താണ്, നിങ്ങളുടെ നെഗറ്റീവ് എന്താണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എല്ലാം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. അത് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറേ ക്ലാരിറ്റി കിട്ടും, കുറേ നിങ്ങൾക്ക് ഗ്രോത്ത് വരും. ഓക്കെ, അബണ്ടൻസ് വരും. പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കുറച്ചൊന്ന് നിങ്ങൾ സമയമെടുത്ത് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക. ഓക്കെ, ബട്ട് ഐ ഫീൽ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ബിസിനസ് ആയാലും ശരി, നിങ്ങൾ ജോലി കരിയർ മാറാൻ അല്ലെങ്കിൽ കരിയറിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനും എല്ലാത്തിനും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ സൺ കാർഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അതും ലാസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിന് അത് കഴിഞ്ഞിട്ട് മൂവ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രോത്ത് ആണ് കാണുന്നത്, നിങ്ങളുടെ വളർച്ചയാണ് കാണുന്നത്, നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രകൾ, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതായിട്ട് പറയാം. ഓക്കെ, ഈ സ്റ്റക്കിൽ നിന്ന് ഇങ്ങനെ ഒന്നും അനങ്ങാതിരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ്മെൻറ്റ് കാണാൻ തുടങ്ങും. ഓക്കെ, ഇത് ചിലപ്പോൾ യാത്രകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ എവിടെയെങ്കിലും മാറിപ്പോകുന്ന കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ യാത്ര വേണ്ടി വരുമെന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, എന്തായാലും ബ്ലെസ്സിങ് ഇവിടെ ഫസ്റ്റ് നമുക്കത് മെയിൻ ബ്ലെസ്സിങ് ഇവിടെ യൂണിവേഴ്സ് ഇവിടെ സൺ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ തന്നെ വളരെയധികം ഒരു ബ്രൈറ്റ്നസ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഞാൻ ഗൈഡൻസ് മെസ്സേജ് കൂടെ എടുക്കാം. ഇന്നത്തെ വിഷു ദിവസം നിങ്ങൾക്ക് heal your relationships, release judgment, okay, nourish your soul, tune into your soul. രണ്ടും അതാ പറഞ്ഞത്. നൗ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. എല്ലാം നിങ്ങളോട് ഒരേ കാര്യമാണ് പറയുന്നത്. കീപ് ഗോയിങ്.
ബി ഓപ്പൺ ടു ലവ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് റിലേഷൻഷിപ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ബി ഓപ്പൺ. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം വരും, നല്ല റിലേഷൻഷിപ്സ് വരാനുള്ള സാധ്യതയാണ്. ബി ഓപ്പൺ ടു റിസീവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പാസ്റ്റിലെ ചില അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒന്ന് നമുക്കൊരു ആരെയും വിശ്വസിക്കാനൊക്കെ കുറച്ച് പേടിയൊക്കെ ആയിരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് തൽക്കാലം ഓപ്പൺ ആക്കി വെക്കാം മൈൻഡ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹീൽ യുവർ റിലേഷൻഷിപ്സ് പറയുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ ബന്ധങ്ങളിലുള്ളവരാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹീലാവും. ഓക്കെ, നിങ്ങൾ ലൈഫിൽ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുമെന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അതൊക്കെ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ആൻഡ് ഇവിടെ റിലീസ് ജഡ്ജ്മെന്റ്. ഓക്കെ, മറ്റുള്ളവരെ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട. നിങ്ങൾ നമ്മൾ ഒരാൾ ഇന്ന തരത്തിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഇവരെന്തെങ്ങനെ എന്ന രീതിക്ക് നമ്മൾ ചിന്തിക്കൂലേ, അങ്ങനെ ആരെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യാൻ ലൈക്ക് എങ്ങനെ പറയാം, ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യേണ്ട. ഓക്കെ, ഓരോരുത്തർക്കും അവനവൻ്റെതായ ലൈഫാണ്, അവനവൻ്റെതായ ചില കർമ്മകളുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുക. അതാണ് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്. നിങ്ങൾ ആരെക്കുറിച്ചോ മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ കുറ്റം പറയാനോ എന്തെങ്കിലും പറയാനോ ഒന്നും നിൽക്കണ്ട നിങ്ങൾ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും ശരി, ഓക്കെ, ആരും അതിനും ഒന്നും നിങ്ങൾ പറയാൻ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കുക, നിങ്ങൾ എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നറിഷ് യുവർ സോൾ, ട്യൂൺ ഇൻ ടു യുവർ സോൾ രണ്ടും ഉണ്ട്. മെഡിറ്റേഷൻ്റെ കാര്യം കാണുന്നുണ്ട്. വീണ്ടും ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. 3 കാർഡും പറയുന്നത് നിങ്ങളോട് മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് 3ഉം പറയുന്ന ഒരേ കാര്യമാണ്. നിങ്ങൾ അവനവനിലേക്ക് നോക്കി തുടങ്ങുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, സ്പിരിച്വലി കണക്ട് ആവുക, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, പ്രാർത്ഥന കാര്യങ്ങൾ, മെഡിറ്റേഷൻ, നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ കീപ് ഗോയിങ് എന്ന് പറയുന്നത് ചാരിറ്റുമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ ആവേണ്ട, പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ലൈക്ക് എങ്ങനെയാണോ അത് പോകുന്നത് അത് ആ രീതിക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ. ഓക്കെ, യു ജസ്റ്റ് ഫോളോ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് അതിനെ ഫോളോ ചെയ്ത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. ആ ഗൈഡൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുക. ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും നിങ്ങൾക്ക് നല്ല എന്താണ് അല്ലാത്ത എന്താണ് എല്ലാം യൂണിവേഴ്സ് നിങ്ങളോട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഗൈഡൻസ് തരും. അത് കേട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, കറക്റ്റായിട്ട് തോന്നുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കീപ് ഗോയിങ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, സ്റ്റക്കാണെന്ന് വെച്ചിട്ട് ഇവിടെ എല്ലാം എൻഡായി അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന രീതിക്കല്ല ചിന്തിക്കേണ്ടത്. ഓക്കെ, അതൊരു സമയമാണ്, ഒരു പോസിൻ്റെ സമയമാണെന്ന് വിചാരിക്കാം. ഒരു തൽക്കാലം ഒരു ബ്രേക്കാണ്, തൽക്കാലം ഒരു സ്ലോ ആയതാണ്. ഓക്കെ, അത് വീണ്ടും നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ആവും, കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകും ലൈഫ്. ഓക്കെ, എല്ലാം നല്ലത് തന്നെ വരുള്ളൂ. ബ്ലെസ്സിങ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു സൺ ഇടയിൽ കൂടെ വരുന്നുണ്ട്. സോ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ്, ഇവിടെ റെയിൻബോ പോലെ കളേഴ്സൊക്കെ ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരും. ഓക്കെ, നിങ്ങൾ അവനവനെ ഒന്ന് മാറ്റിയെടുക്കുക. മീൻസ് അവനവനിൽ വർക്ക് ചെയ്യുക, സെൽഫ് ലവിലേക്ക് വരിക, സെൽഫ് കെയറിലേക്ക് വരിക. ആക്ച്വലി ഇത് അവനവനെ കെയർ ചെയ്യാനുള്ളൊരു സമയമൊക്കെയാണ്. ഇങ്ങനെ ഹാങ്മാൻ സിറ്റുവേഷനിലൊക്കെ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തൽക്കാലം അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ, യെസ് നല്ലൊരു വാക്ക്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ സന്തോഷങ്ങൾ. ഓക്കെ, അത് കണ്ടെത്തുക. നിങ്ങൾ വേറൊരാളിൽ പ്രതീക്ഷ വെച്ചിട്ടോ വേറൊരാൾ വന്ന് എന്നെ സന്തോഷിപ്പിക്കും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അവനവൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ സന്തോഷങ്ങൾ കണ്ടെത്താം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് എല്ലാം വളരെ പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ഹാപ്പി വിഷു എല്ലാവർക്കും. നന്ദി, നമസ്കാരം.